ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിലുള്ളൊരു സാമ്പാറാണ്. അധികം കഷ്ണങ്ങളും ഒന്നും ചേർക്കാതെയും കുറച്ച് വെള്ളം പോലുള്ളൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ. ഇഡ്ലിൻ്റെ മേലെ ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കത് കാണാം. കുക്കറിലേക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടാണെങ്കിൽ ഒരു 1.5 പിടി പരിപ്പ് മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകും പിന്നെ ഒരു സവാളയും പിന്നെ ഒരു തക്കാളിയും. അത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഈ കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കാം. ഇനി നമുക്കിതിനെ കുക്കർ മൂടി വെച്ച ശേഷം നമുക്കിതിനെ 2-3 വിസിൽ വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമുക്ക് സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ തുറന്ന് നോക്കാം. പരിപ്പൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളിതിൽ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ സാമ്പാറിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിന് കടുകൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിന് നേരെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിയിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാറിൻ്റെ മുളക് പൊടിയും ഉപ്പും എല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട് തിളപ്പിച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉലുവ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കൈ നിറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുൻപ് ഒരു 1/4 ടീസ്പൂൺ ശർക്കര പൊടി കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സാമ്പാർ ഓഫാക്കിയിട്ട് നല്ല ഇഡ്ലിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ അധികം കഷ്ണങ്ങളും ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു സാമ്പാർ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഇഡ്ഡലി കഴിച്ചാലോ.